എറണാകുളത്ത് ഹൈക്കോടതിക്ക് സമീപം കെട്ടിടത്തിന് തീപിടിച്ചു. കച്ചേരിപ്പടി ഫ്രണ്ട്സ് ലൈനിന് സമീപമുള്ള നേവിയുടെ ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് തീപിടിച്ചത്. വിവരങ്ങളുമായി അമൽ കൂടി ചേരുന്നുണ്ട്. അമൽ, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? തീ നിയന്ത്രണ വിധേയമായോ? എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? അവന്തിക, എറണാകുളം കച്ചേരിപ്പടി ഫ്രണ്ട്സ് ലൈനിന് സമീപത്തെ കെട്ടിടത്തിലാണ് തീപിടിച്ചത്. ഏകദേശം ഒരു 5 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അതായത് നേവിയുടെ ക്വാർട്ടേഴ്സ് ആണ്. ഇതിന്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. അത് താഴേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള മുൻകരുതലുകൾ ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് പോയിട്ടില്ല. ഇത്തരത്തിൽ ഈ പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് ഏറ്റവും ആദ്യം പോലീസ് സ്റ്റേഷനിലും ഒപ്പം തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനും പോലീസിനും സംഭവ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റ് മുറികളിലേക്ക് തീ പടരുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അത് നിയന്ത്രിച്ചു നിർത്തിയിരുന്നു. അതുകൊണ്ട് വലിയൊരു അപകടം ഉണ്ടായിരുന്നില്ല. രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് തീ അണയ്ക്കുവാനുള്ള ശ്രമത്തിലേക്ക് കടന്നത്. ഈ ഒരു ഫ്ളാറ്റിന്റെ മുകൾ ഭാഗത്ത് ആൾതാമസമില്ലാത്തതും ആശ്വാസകരമായിരുന്നു. അതേസമയം തന്നെ അനുകൂലമായ ഒരു കാലാവസ്ഥ കൂടിയായിരുന്നു. മഴയുണ്ടായിരുന്നു. നേരിയ രീതിയിലുള്ള മഴ ഉള്ളതിനാൽ തന്നെ തീ വലിയ രീതിയിൽ വ്യാപിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങൾക്കും പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നതും വളരെ പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അതേസമയം തന്നെ ആദ്യഘട്ടത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നത് മുകൾ ഭാഗത്തായതിനാൽ തന്നെ വലിയ പ്രയാസമുണ്ടാകും എന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാ സംവിധാനങ്ങൾക്കും മുകൾ നിലയിലേക്ക് എത്തുവാനും തീ അണയ്ക്കുവാനും സാധിച്ചു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. മറ്റ് അപകടങ്ങളോ മറ്റ് ആശങ്കകളോ ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. അവന്തിക.